വിശദമായ വാർത്തകളിലേക്ക്. സ്വർണത്തിന്റെ ചില്ലറ വിൽപ്പനയിൽ മാത്രമല്ല മൊത്ത വിതരണത്തിലും വൻ നികുതി വെട്ടിപ്പ് നടക്കുന്നതായി പീപ്പിൾ ടിവി കണ്ടെത്തി. ജിഎസ്ടിയോ ബില്ലോ ഇല്ലാതെ എത്ര കിലോ സ്വർണം നൽകാനും മൊത്ത വിതരണക്കാർ തയ്യാറാണ്. മൊത്ത വിതരണക്കാരായ തൃശൂരിലെ കോണിക്കര ജ്വല്ലറിയിൽ പീപ്പിൾ ടിവി വാർത്താ സംഘം നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷനിലേക്ക്. സ്വർണ്ണാഭരണ മൊത്ത വിതരണ കേന്ദ്രങ്ങൾ ഏറെയുള്ള സ്ഥലമാണ് തൃശൂർ. അങ്ങേയറ്റത്തെ ദുരൂഹതയുടെ മറവിലാണ് ഇവ ഏറെയും പ്രവർത്തിക്കുന്നത്. സുരക്ഷയ്ക്കെന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങളിൽ എന്തോ മറഞ്ഞിരിക്കുന്നുണ്ട്. തൃശൂരിലെ മൊത്ത വിതരണക്കാരാണ് കോണിക്കര ജ്വല്ലറി. മൊത്ത വിതരണക്കാരാണെങ്കിലും വിവാഹാവശ്യത്തിനും മറ്റും ചില്ലറയായും സ്വർണം ലഭിക്കും. വിവാഹാവശ്യത്തിന് സ്വർണം വാങ്ങാനെന്ന പേരിൽ ഒരു കുടുംബത്തെയും കൂട്ടി കടയിൽ ചെന്നു. വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. കടയുടെ പുറത്തു നിൽക്കുന്ന സുരക്ഷാ ജീവനക്കാരന് പോലും ആരെയും അകത്ത് കടത്തിവിടാൻ അനുവാദമില്ല. കസ്റ്റമർ വന്ന വിവരം അറിയിച്ചാൽ അകത്ത് CCTVയിൽ കണ്ട് ബോധ്യപ്പെട്ട ശേഷം വാതിൽ അകത്തുനിന്ന് തുറക്കും. നികുതി നൽകാതെ ബില്ലില്ലാതെ ആഭരണം നൽകാമെന്ന് ജീവനക്കാരൻ ആദ്യമേ ഉറപ്പു നൽകി. ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ വഴിയല്ലാതെ നേരിട്ട് പണം നൽകണം എന്നത് മാത്രമാണ് നിബന്ധന. ഒരു നെക്ലേസും 2 വളകളും വാങ്ങി. സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് മറ്റൊരു രഹസ്യമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെയാണ് പണം അടയ്ക്കേണ്ടത്. $38 ഗ്രാം സ്വർണത്തിന് 1,23,100 രൂപ കൈമാറി. ബില്ലില്ലാത്ത വിത്തൌട്ട് കച്ചവടമെന്ന് കടയുടമയും. ബില്ലിന് പകരം ലഭിച്ചത് കടയുടെ പേരോ മേൽവിലാസമോ ഇല്ലാത്ത എസ്റ്റിമേറ്റ് എന്നെഴുതിയ ഒരു പേപ്പർ മാത്രം. തിരികെ കടയ്ക്കുള്ളിലെത്തിയപ്പോൾ ആഭരണം റെഡി. നികുതിയില്ലെന്ന് ജീവനക്കാരനോട് ചോദിച്ച് ഉറപ്പാക്കി. നികുതിയില്ലാത്തതിനാൽ ഒറ്റനോട്ടത്തിൽ 3500-ലധികം രൂപ ഉപഭോക്താവിന് ലാഭമാണ്. എന്നാൽ ബില്ലില്ലാത്തതിനാൽ സ്വർണം വാങ്ങി കടയിൽ നിന്നും പുറത്തിറങ്ങിയതോടെ കടയുമായുള്ള ബന്ധം അവസാനിച്ചു. സ്വർണത്തിന്റെ ഗുണനിലവാരം സംബന്ധിച്ചോ മറ്റോ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആരോടും പരാതി പറയാനാവില്ല. ബില്ലില്ലാത്തതുകൊണ്ട് GST അടയ്ക്കേണ്ടതില്ല. ചെറിയൊരു ലാഭം ഉപഭോക്താവിന്. ഈ ചെറിയ ലാഭമാണ് ഉപഭോക്താക്കളെ ഇത്തരം കടകളിലേക്ക് ആകർഷിക്കുന്നത്. പക്ഷേ ഇതിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ചതി ആരും അറിയുന്നില്ല. തൃശൂരിൽ നിന്നും സാലി മുഹമ്മദ്. മഹാരാഷ്ട്രയിൽ കർഷകരുടെ 2ാം ലോങ് മാർച്ചിന് തുടക്കം. പോലീസ് വിലക്കും പ്രതിസന്ധികളും മറികടന്നാണ് മാർച്ച് മുന്നേറുന്നത്. 27-ന് വിധാൻസഭ വളയും. വിവരങ്ങളുമായി ശരത് ചേരുകയാണ്. ശരത്, മാർച്ച് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ാണ് കിസാൻ ലോങ് മാർച്ച് ആരംഭിക്കുന്നത്. നേരത്തെ കർഷകരെ ഉൾപ്പെടെ പലയിടങ്ങളിൽ നിന്നായി എത്തിയ കർഷകരെ തടഞ്ഞുകൊണ്ട് മാർച്ച് ആരംഭിക്കുന്നത് തടയാൻ വേണ്ടി സർക്കാരിന്റെ ഭാഗത്തുനിന്നും ശ്രമമുണ്ടായിരുന്നു. അനുമതി നിഷേധിക്കാനും അതുപോലെ തന്നെ നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമം നടത്തുകയും ഒക്കെ തന്നെ സർക്കാർ ചെയ്തിരുന്നു. ഈ രീതിയിൽ പല തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും സമരത്തെ അട്ടിമറിക്കാനുള്ള. കോടിയേരി ബാലകൃഷ്ണൻ കേരള സംരക്ഷണ യാത്രയിൽ സംസാരിക്കുകയാണ്. അതിലേക്ക് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് വനത്തിൽ താമസിക്കുന്ന എല്ലാവരെയും ഒഴിപ്പിക്കാനുള്ള ഒരു ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുകയാണ്. വനാവകാശ നിയമം പ്രകാരം 2005 മുമ്പ് വനത്തിൽ താമസിച്ചു വരുന്നവർക്കെല്ലാം കൈവശാവകാശ രേഖയ്ക്ക് അർഹതയുണ്ട്. അതുപ്രകാരം 2006 LDF പിന്തുണയുള്ള കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് കേന്ദ്ര വനാവകാശ നിയമം അന്ന് കൊണ്ടുവന്നത്. അതുപ്രകാരം വനാവകാശ നിയമപ്രകാരം വനഭൂമിയിൽ താമസിക്കുന്നവർക്ക് ഭൂമി കൊടുക്കാനുള്ള നടപടി കൃത്യമായി അന്നത്തെ LDF സർക്കാർ സ്വീകരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത്
അന്നത്തെ BS മന്ത്രിസഭ തന്നെ 26,600 പേർക്ക് കൈവശാവകാശ രേഖ ആ ഘട്ടത്തിൽ കൊടുത്തു. ഇപ്പോൾ സംസ്ഥാനത്ത് 39,000 ആളുകൾക്ക് ഇതുപ്രകാരമുള്ള ഭൂമി കൈവശാവകാശ രേഖ കേരളത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. എന്നാൽ 800-ൽ പരം കുടുംബങ്ങൾക്ക് കേരളത്തിൽ കൈവശാവകാശ രേഖ കിട്ടിയിട്ടില്ല. അത് മുഖ്യമായി വയനാട് ജില്ലയിലുള്ളവരാണ്. അവരെ ഒഴിപ്പിക്കണമെന്ന് സുപ്രീം കോടതി ഇന്നലെ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ദീർഘകാലമായി വനത്തിൽ താമസിക്കുന്ന ആദിവാസികളെ ഒഴിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നത് ആദിവാസി സമൂഹത്തോട് സ്വീകരിക്കുന്ന ഒരു ക്രൂരമായ നിലപാടായിരിക്കും. ഇത് കണക്കിലെടുത്ത് സുപ്രീം കോടതി വിധിക്കെതിരെ സംസ്ഥാന ഗവൺമെൻറ് അപ്പീൽ സമർപ്പിക്കണം. ആദിവാസി ജനവിഭാഗത്തെ സഹായിക്കാൻ സാധ്യമാകുന്ന എല്ലാ നടപടികളും LDF ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കും. അതിനാവശ്യമായ തുടർ നടപടികൾ കേരള ഗവൺമെൻറ് സ്വീകരിക്കുന്നതാണ്. 11 കോടി അധികം വരുന്ന ആളുകളെ ബാധിക്കുന്ന ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. എന്നാൽ ഇത് കേന്ദ്ര ഗവൺമെൻറ്റും ഭാഗത്തുണ്ടായ അനാസ്ഥ, അതിൻ്റെ ഫലമായിട്ടാണ് സുപ്രീം കോടതിയിൽ ഇത്തരം ഒരു വിധി ഉണ്ടായത്. കേസ് കൊടുത്തവരും സുപ്രീം കോടതി കേസ് സമർപ്പിച്ച സംഘടനകളും കേന്ദ്ര ഗവൺമെൻറ്റും കൂടി ഒത്തുകളിക്കുകയാണ് ഈ പ്രശ്നത്തിലുണ്ടായത്. അതിൻ്റെ ഫലമാണ് സുപ്രീം കോടതി ഇത്തരമൊരു വിധി പുറപ്പെടുവിക്കാനിടയായത്. ഇത് കണക്കിലെടുത്ത് 11 സംസ്ഥാനങ്ങളിൽ ഈ പ്രശ്നം വളരെ അധികം ആദിവാസികളെ ബാധിക്കും. കേരളത്തിൽ നേരത്തെ തന്നെ നിയമം നടപ്പാക്കിയതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലുള്ള കൂടുതൽ പേർ കേരളത്തിലില്ലെങ്കിലും 1000-ഓളം കുടുംബങ്ങളെ ബാധിക്കുന്ന ഈ പ്രശ്നം സജീവമായി ഇടപെടേണ്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. വയനാട് ജില്ലയിലെ ആദിവാസി സമൂഹം ഈ ആവശ്യം നേരത്തെ ഉന്നയിച്ചതാണ്. ഇതിൻ്റെ ഭാഗമായി 2006 ആ ഘട്ടത്തിൽ വനത്തിൽ താമസിക്കുന്നവർക്കെല്ലാം ഈ നിയമം ബാധകമാക്കിക്കൊണ്ട് 2005 എന്ന കട്ട് ഓഫ് ഡേറ്റിലും ഭേദഗതി വരുത്തണം. അങ്ങനെ ആവശ്യമായിട്ടുള്ള ഭേദഗതി നിയമത്തിൽ തന്നെ വരുത്തിക്കൊണ്ട് ഇന്ന് വനത്തിൽ താമസിക്കുന്ന എല്ലാ ആദിവാസി കുടുംബങ്ങൾക്കും വനത്തിൽ സുരക്ഷിതമായി താമസിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. സ്വാഭാവികമായും ഈ കൈവശരേഖ കൊടുക്കുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കൂടി ഉൾക്കൊള്ളുന്ന കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ചുള്ള റെക്കമെൻഡേഷൻ കൊടുക്കുന്നത്. പലപ്പോഴും ഫോറസ്റ്റ് വകുപ്പ് ഈ കൈവശാവകാശ രേഖ കൊടുക്കുന്നതിനെതിരായ നിലപാടാണ് സ്വീകരിക്കാറ്. വനത്തിൽ മനുഷ്യവാസം പാടില്ല എന്ന സമീപനമാണ് പലപ്പോഴും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിക്കാറ്. LDF ഗവൺമെൻറ് വന്നപ്പോഴാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൽ അധിവസിക്കുന്ന വനത്തിൽ അധിവസിക്കുന്ന മനുഷ്യർക്ക് സംരക്ഷണം കൊടുക്കണം എന്നുള്ള കാഴ്ചപ്പാട് സ്വീകരിക്കാൻ തുടങ്ങിയത്. LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴാണ് വനം വകുപ്പ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫലമായി ഒരു കാരണവശാലും ഇന്ന് താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങൾ ഒഴിപ്പിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന് LDF ശക്തമായി ആവശ്യപ്പെടുകയാണ്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് ഉണ്ടായ പ്രധാനമായിട്ടുള്ള പ്രശ്നം പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ച പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു പത്തനംതിട്ടയുടെ വിവിധ ഭാഗങ്ങൾ. അതിൽ സംസ്ഥാന ഗവൺമെൻറ് പ്രളയബാധിതരായ ആളുകളെ സഹായിക്കാൻ സുത്യർഹമായ നിലപാടുകളാണ് സ്വീകരിച്ചത്. പൂർണ്ണമായി തകർന്ന വീടുകൾക്ക് ഭാഗികമായി തകർന്ന വീടുകളും ആ വീടുകൾക്കെല്ലാം തന്നെ പുനർനിർമ്മാണം നടത്താൻ, അറ്റകുറ്റപ്പണി നടത്താൻ ആവശ്യമായ സഹായം ഗവൺമെൻറ് ഇതിനകം നൽകിയിട്ടുണ്ട്.
ഇതിൽ 422 വീടുകളാണ് പൂർണ്ണമായിട്ട് തകർന്നിരിക്കുന്നത്. ആ വീടുകൾ പുനർനിർമ്മിക്കാൻ ആദ്യ ഗഡു സർക്കാർ ഇപ്പോൾ നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ ഗഡു മാർച്ച് മാസം തന്നെ നൽകുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. വീട് നഷ്ടപ്പെട്ട ഒരാൾക്കും ഭവനരഹിതരായി കഴിയേണ്ടി വരികയില്ല എന്ന നില ഉറപ്പുവരുത്താനാണ് സർക്കാർ ഇതിലിടപെട്ടത്. 47,000 കുടുംബങ്ങൾക്ക് വിവിധ രീതിയിൽ ഈ പ്രളയം ബാധിച്ചിരുന്നു പത്തനംതിട്ട ജില്ലയിൽ. ആ 47,000 കുടുംബങ്ങൾക്കും 10,000 രൂപ വീതം ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. ഭാഗികമായി തകർന്ന വീടുകളും പുനർനിർമ്മിക്കാൻ ആവശ്യമായ സഹായം സർക്കാർ നൽകുന്നുണ്ട്. കൃഷിനാശം സംഭവിച്ച ആളുകൾക്കാണ് വലിയ പ്രയാസമുണ്ടായത്. അതിൽ 80% സഹായവും ഇപ്പോൾ ഗവൺമെൻറ് നൽകിക്കഴിഞ്ഞു. പ്രളയബാധിത പ്രദേശത്തെ സഹായിക്കാൻ ബഡ്ജറ്റിൽ 650 കോടി രൂപ ഈ മേഖലയ്ക്ക് വേണ്ടി നീക്കിവച്ചിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയുടെ വിവിധ മേഖലയ്ക്ക് വേണ്ടിയാണ് പ്രളയബാധിത പ്രദേശത്തിന് ഇത് ചെലവഴിക്കാൻ പോകുന്നത്. ആറന്മുള, റാന്നി മണ്ഡലങ്ങളിൽ ഇത് കൂടുതൽ ബാധിച്ച പ്രദേശങ്ങളിൽ പൊതുമരാമത്ത് റോഡുകൾ പുനർനിർമ്മിക്കാൻ 30 കോടി രൂപ സർക്കാർ പ്രത്യേകം അനുവദിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് റോഡുകൾ പലതും തകർന്നു പോയിരുന്നു. ആ പഞ്ചായത്ത് റോഡുകൾക്ക് ഓരോ റോഡുകൾക്കും 25 ലക്ഷത്തിൽ കുറയാത്ത തുക പഞ്ചായത്ത് റോഡുകൾ പുനർനിർമ്മിക്കാൻ സർക്കാർ ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ്. ഇത് പ്രകാരം ഒരു അസംബ്ലി മണ്ഡലത്തിൽ ചുരുങ്ങിയത് 5 കോടി രൂപയെങ്കിലും ഇതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് റോഡുകൾ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കാനാണ് സർക്കാർ ഇതിനകം തീരുമാനിച്ചു കഴിഞ്ഞിട്ടുള്ളത്. പ്രളയത്തിൽ പെട്ടുപോയ ജനങ്ങളെയും ആ പ്രദേശങ്ങളെയും സഹായിക്കുക എന്ന സമീപനം LDF സർക്കാർ സ്വീകരിച്ചു. ഇപ്പോൾ റീബിൽഡ് കേരള എന്താണ് കേരളം മുന്നോട്ട് വച്ചിരിക്കുന്ന സമീപനം. ഇതിനുവേണ്ടി പ്രളയം കാരണം ഉണ്ടായ നഷ്ടം തന്നെ വിവിധ ഏജൻസികൾ കണക്കാക്കിയിരിക്കുന്നത് 31,000 കോടി രൂപയാണ്. കേന്ദ്ര ഗവൺമെൻറ് 600 കോടി ഉറുപ്പിക മാത്രമാണ് ഇതിനകം നൽകിയിട്ടുള്ളത്. ഈ തുക അപര്യാപ്തമാണ്. ഈ തുക വർദ്ധിപ്പിക്കണമെന്ന് സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റു ചില സഹായങ്ങൾ വഴി 2,000 കോടി രൂപ നൽകും എന്ന് പിന്നീട് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതുവരെ സംസ്ഥാനത്തിന് ലഭ്യമായിട്ടില്ല. വിദേശ രാജ്യങ്ങൾ നൽകാമെന്ന് പറഞ്ഞ സഹായം അത് വാങ്ങാൻ പാടില്ല എന്ന നിലപാട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത് അത് റീബിൽഡ് കേരളക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ലോകത്തിലെ പല രാജ്യങ്ങളും കേരളത്തെ സഹായിക്കാൻ സന്നദ്ധമാണ്. ആ സഹായങ്ങളെല്ലാം കേരളത്തിൽ വാങ്ങാൻ അനുവാദം കിട്ടിയാൽ ഇതിൽ വലിയ തുക കേരളത്തിൽ റീബിൽഡ് പദ്ധതിക്ക് സമാഹരിക്കാൻ കഴിയും. മറ്റു രാജ്യങ്ങളിലെ മലയാളികൾ സഹായം നൽകാൻ സന്നദ്ധത പ്രകടിപ്പിച്ചപ്പോൾ ആ സഹായം സ്വീകരിക്കാൻ സംസ്ഥാന മന്ത്രിമാർക്ക് ആ രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള അനുമതി പോലും കേന്ദ്ര ഗവൺമെൻറ് നിരസിക്കുകയാണ് ചെയ്തത്. പ്രളയം കാരണം തകർന്ന കേരളത്തെ പുനർനിർമ്മിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിന് പകരം റീബിൽഡ് കേരള പദ്ധതിയെ തകർക്കാനാണ് കേന്ദ്രത്തിലെ BJP സർക്കാർ ശ്രമിക്കുന്നത്. ഇത് കേരളത്തോട് കേന്ദ്രത്തിലെ BJP സർക്കാർ സ്വീകരിക്കുന്ന ഒരു വൈരനിര്യാതന സമീപനത്തിൻ്റെ ഭാഗമാണ്. ഈ നിലപാട് കേന്ദ്ര ഗവൺമെൻറ് തിരുത്തണം. ഈ സന്ദർഭത്തിൽ കേരളത്തിലെ ജനങ്ങൾ വലിയ തോതിൽ സഹായിച്ചു എന്ന വസ്തുത ലോകമാകെ കേരളത്തെ പ്രത്യേകത ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ്. പ്രളയം വന്ന സന്ദർഭത്തിൽ പ്രളയബാധിതരായ ആളുകളെ സഹായിക്കാൻ എല്ലാവരും സഹകരിച്ച് പ്രവർത്തിച്ചു. അത് കേരളം കാണിച്ചൊരു മാതൃകയായിരുന്നു.
എന്നാൽ റീബിൽഡ് കേരള എന്ന പദ്ധതിയോട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പ്രതിപക്ഷം സ്വീകരിച്ച സമീപനം അത് ഒരു നശീകരണ സമീപനമായിരുന്നു. ഇതിനുവേണ്ടി ഒരു ദിവസത്തെ വേതനം നൽകാൻ ജീവനക്കാർ സന്നദ്ധമായപ്പോൾ അതുപോലും നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു. പിന്നീട് ഒരു മാസത്തെ ശമ്പളം വിവിധ ഘട്ടങ്ങളിലായി കൊടുക്കാൻ കേരളത്തിൽ വലിയൊരു വിഭാഗം ജീവനക്കാർ സന്നദ്ധമായി. അത് കൊടുക്കാൻ പാടില്ല എന്നാണ് പ്രതിപക്ഷം സ്വീകരിച്ച സമീപനം. ഇത്തരം സമീപനം കേരളത്തിൽ ഇത്തരമൊരു പ്രശ്നമുണ്ടാകുമ്പോൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന കാഴ്ചപ്പാടിന് വിരുദ്ധമാണ്. സർവകക്ഷി യോഗം ചേർന്ന സന്ദർഭത്തിൽ റീബിൽഡ് കേരളക്ക് എല്ലാവിധ പിന്തുണയും പ്രതിപക്ഷവും BJPയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആ യോഗത്തിൽ പറഞ്ഞു, ഞങ്ങൾ ഓരോരുത്തരും ആവശ്യമായ തുക പാർട്ടികൾ എന്നുള്ള നിലയിൽ സമാഹരിച്ച് ഗവൺമെൻറ് നൽകുമെന്ന് പറഞ്ഞു. ഇടതുപക്ഷ പാർട്ടികളുടെ പ്രവർത്തകന്മാർ ജനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിച്ചു. അത് അതാത് സമയത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയുണ്ടായി. ശേഖരിച്ച ഇടങ്ങളിൽ നിന്ന് ബാങ്ക് വഴിയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത്. ആ യോഗത്തിൽ KPCC പ്രസിഡന്റായി അന്ന് പങ്കെടുത്ത MM ഹസൻ പറഞ്ഞു, ഞങ്ങൾ 2000 വീടുകൾ 1000 വീടുകൾ ഞങ്ങൾ നിർമ്മിച്ചു തരും എന്ന് KPCC പ്രസിഡന്റ് എന്ന് പ്രഖ്യാപിച്ചു. 1000 വീടുകൾക്ക് ആവശ്യമായി വരുന്ന തുക ഞങ്ങൾ സമാഹരിക്കും. ആ തുക ഉപയോഗിച്ചുകൊണ്ട് 1000 വീടുകൾ ഞങ്ങൾ തന്നെ നിർമ്മിച്ചു കൊടുക്കും. 1000 പേരുടെ ലിസ്റ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഒരു വീട് പോലും KPCC വക ഇതുവരെ നിർമ്മിച്ചിട്ടില്ല. ഇതിനുവേണ്ടി പിരിച്ച പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇതുവരെ കൊടുത്തിട്ടുമില്ല. ആ പിരിച്ച പൈസ KPCC എന്ത് ചെയ്തു? ദുരിതാശ്വാസ നിധിയിൽ അടക്കാതെ 1000 വീടുകൾ നിർമ്മിക്കാനുള്ള പതിവ് ഒരു വീടെങ്കിലും നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ ആ ഘട്ടത്തിൽ നൽകിയ വാഗ്ദാനം പോലും പാലിക്കാൻ KPCC സന്നദ്ധമായില്ല. ഓരോ ആളുകളും കൊടുത്തിട്ടുള്ള പണത്തിൻ്റെ കണക്ക് ഗവൺമെൻറ് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രഖ്യാപിച്ച കാര്യം പോലും നടപ്പാക്കാത്ത സമീപനം സ്വീകരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിച്ച സമീപനം അത് ഈ ഘട്ടത്തിൽ സ്വീകരിക്കാൻ പാടില്ലാത്തൊരു സമീപനമായിരുന്നു. പക്ഷേ ഇവരെല്ലാം ഇങ്ങനെ സമീപനം സ്വീകരിച്ചു എന്നതുകൊണ്ട് സർക്കാരിന് ഉത്തരവാദിത്വം നിർവഹിക്കാൻ മാറി നിൽക്കാൻ കഴിയില്ല. സർക്കാർ ഉത്തരവാദിത്വം നിർവഹിക്കുക തന്നെ ചെയ്യും. അതിനാവശ്യമായ ഫണ്ട് എവിടെന്നെങ്കിലും സമാഹരിച്ച് റീബിൽഡ് കേരള എന്ന പദ്ധതി അത് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക തന്നെ ചെയ്യും. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സഹകരണ വകുപ്പ് തന്നെ വീട് നിർമ്മാണത്തിൽ വലിയൊരു ഭാഗം ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഈ ജില്ലയിൽ തന്നെ സഹകരണ വകുപ്പ് നിർമ്മിച്ച വീടുകൾ അടുത്ത ദിവസം കൊടുക്കാൻ പോവുകയാണ്. 30 വീടുകളാണ് സഹകരണ വകുപ്പ് അതിൻ്റെ പൂർത്തീകരിക്കാനുള്ള നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഓരോ വകുപ്പും ചെയ്യാൻ കാര്യക്ഷമമായി ഇടപെടുന്നുണ്ട് എന്നതാണ് സഹകരണ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ കാര്യം ഏറ്റെടുക്കുന്നതിൽ കൂടി വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് NGO യൂണിയൻ 8 ഫ്ലാറ്റുകൾ നിർമ്മിച്ചു കൊടുക്കാൻ 1,30,00,000 രൂപ NGOമാരിൽ നിന്ന് സമാഹരിച്ച് ആ പദ്ധതിക്ക് തറക്കല്ലിട്ടു. 8 പേർക്ക്, പ്രളയത്തിൽപ്പെട്ട 8 പേർക്ക് NGO യൂണിയൻ വീട് നിർമ്മിച്ചു കൊടുക്കും. ആ 8 പേരെ സെലക്ട് ചെയ്യുന്നത് ഗവൺമെൻറ് ആയിരിക്കും. ഇത്തരത്തിൽ ഓരോ സംഘടനകളും മാതൃക കാണിക്കുകയാണ് വേണ്ടത്. ബഹുജന പ്രസ്ഥാനങ്ങൾ ഈ പദ്ധതി നല്ലതുപോലെ സഹകരിക്കണം. ഇപ്പോഴുള്ള സഹായം അത് ശക്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. പത്തനംതിട്ട ജില്ലയിൽ എത്തുമ്പോൾ ശബരിമലയെ സംബന്ധിച്ച് പറയാതിരിക്കാൻ സാധിക്കില്ലല്ലോ. ശബരിമല വികസനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു കാലഘട്ടമാണ് LDFൻ്റെ ഈ കാലഘട്ടം.
ശബരിമല വികസനത്തിന് വേണ്ടി വിവിധ പദ്ധതികൾക്ക് 739 കോടി രൂപയാണ് സർക്കാർ ഇപ്പോൾ നീക്കിവച്ചിരിക്കുന്നത്. ഇത് ചരിത്രത്തിലാദ്യമാണ്. ഇതോടൊപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇത്തവണ നടവരവ് കുറഞ്ഞു എന്ന വസ്തുത കണക്കിലെടുത്ത് 100 കോടി രൂപയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പ്രത്യേകമായി കൊടുത്തിരിക്കുന്നത്. ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങാൻ പാടില്ല എന്നതുകൊണ്ടാണ് സർക്കാർ ഇടപെട്ട് ഇത്തരമൊരു നടപടിക്ക് കൂടി തീരുമാനിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാനാണ് 739 കോടി രൂപ ചെലവഴിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകർക്ക് വേണ്ടി ഒരു വിമാനത്താവളം നിർമ്മിക്കണമെന്നും ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ശബരിമല വികസനത്തെ അടിസ്ഥാനമാക്കി വിവിധ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന സമീപനം സ്വീകരിച്ച സർക്കാർ തീർത്ഥാടകർക്കുള്ള സൗകര്യം വികസിപ്പിക്കുന്നതിനും ഈ പ്രദേശത്തിൻ്റെ വികസനത്തിനുമുള്ള പദ്ധതികൾക്ക് രൂപം കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് അതിപ്പോൾ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമായി, നാമജപ യാത്ര നടത്തി കുറേ ആളുകളെ സംഘടിപ്പിച്ച് ഇടതുപക്ഷത്തിനെതിരെ തിരിച്ചുവിടാനുള്ള നീക്കം അത് വിജയിക്കാൻ പോകുന്നില്ല എന്ന് ജാഥാ സ്വീകരണ കേന്ദ്രങ്ങളിലെ വമ്പിച്ച സ്ത്രീ പങ്കാളിത്തം വ്യക്തമാക്കിയിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ കടന്നപ്പോൾ ഉണ്ടായ അനുഭവവും ഇതുതന്നെയാണ്. ഇന്നലെ നടന്ന പരിപാടികളെല്ലാം സ്ത്രീ പങ്കാളിത്തം വളരെ കൂടുതലായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും വമ്പിച്ച സ്ത്രീ മുന്നേറ്റമാണ് എല്ലാ ജാഥാ സ്വീകരണ കേന്ദ്രങ്ങളിലും കണ്ടത്. നാമജപ പരിപാടി ഏറ്റവും കൂടുതൽ നടന്ന പ്രദേശങ്ങളിലാണ് ഈ മാറ്റം പ്രകടമായി കാണുന്നത്. ജനുവരി 1 നടന്ന വനിതാ മതിലിൽ സ്ത്രീ പങ്കാളിത്തം ഇത്തരം പ്രദേശങ്ങളിൽ നിന്ന് വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് അത് സംബന്ധിച്ച് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായി നടത്തുന്ന പ്രചാരവേലകളൊന്നും ജനങ്ങൾ സ്വീകരിക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ തന്നെ അത് തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അനുഭവങ്ങൾ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ ശബരിമലയുടെ ഭാഗമായിട്ടും പത്തനംതിട്ട ജില്ലയിലെ പൊതുവികസനത്തിന് വേണ്ടി LDF സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പൊതുവിൽ അഭിമാനത്തോടു കൂടി ജനങ്ങളെ സമീപിക്കാനുള്ള അവസരം LDF പ്രവർത്തകന്മാർക്കുണ്ടായിട്ടുണ്ട് എന്നാണ് ജാഥയിലെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ വ്യക്തമാക്കാനുള്ളത്. ഓ എത്രയും 10-20 പിന്നാലെ കാസർഗോഡുണ്ടായ 2 സംഭവങ്ങളുണ്ട്. അത് ഈ ജാഥയുടെ ശോഭ ഏതെങ്കിലും തരത്തിൽ കെടുത്തിയതായിട്ട് തോന്നുന്നുണ്ടോ? ജാഥയും ആ സംഭവമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ജാഥയെ അത് ബാധിച്ചിട്ടില്ല. മറ്റൊരു കാര്യം, അതില് കഴിഞ്ഞ ദിവസം ഈ ശരത്ലാലിന്റെ പിതാവ് പറഞ്ഞിരിക്കുന്നു അവിടുത്തെ MLAക്ക് തന്നെ ഈ കൊലപാതകവുമായി ബന്ധമുണ്ട് എന്നുള്ള രീതി. ഇന്നലെയാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അങ്ങനെ വല്ല ബന്ധമുണ്ടെന്നുള്ള തെളിവുണ്ടെങ്കിൽ അന്വേഷണ ഏജൻസികളെ അത് ഏൽപ്പിക്കുകയാണ് വേണ്ടത്. അത് സംബന്ധിച്ച് ആ കേസിൻ്റെ അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികൾക്കാണ് ആർക്കെങ്കിലും ഇത് സംബന്ധിച്ച് വല്ല വിവരവും ഉണ്ടെങ്കിൽ അത്തരം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുകയാണ് വേണ്ടത്. അതിന് പകരം മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് അന്വേഷണം നടത്തുന്ന രീതി അത് കൊണ്ടൊരു അന്വേഷണവും ഫലപ്രദമാവില്ല. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുള്ള ആളുകളെല്ലാം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് വിവരങ്ങൾ നൽകുക. ഈ പീതാംബരന്റെ കാര്യത്തിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ചെയ്തതിനു ശേഷം ഉച്ചയ്ക്ക് ശേഷം അവരുടെ വീട്ടിൽ പാർട്ടിയുടെ ജില്ലാ നേതൃത്വം ഉൾപ്പെടെ ചെന്നിട്ട് എല്ലാ നിയമസഹായവും വാഗ്ദാനം ചെയ്തു എന്നാണ് പീതാംബരന്റെ ഭാര്യ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നിയമസഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ?
അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നത്തിൽപ്പെട്ടൊരു കുടുംബത്തിൻ്റെ അവർക്ക് പലരും സമീപിച്ചുകൊണ്ട് അവരോട് പലതും പറയുന്നുണ്ടാകാം. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിലപാട് പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വ്യക്തികൾ പോയിട്ട് സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സഹായം മാത്രമായിരിക്കും അത്. പാർട്ടി എന്നുള്ള നിലയിൽ ഇത് സംബന്ധിച്ച് ഉൾപ്പെട്ട ആർക്കും തന്നെ ഒരു സഹായവും നൽകുകയില്ല എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും അതാത് പ്രദേശത്തുള്ള ജനപ്രതിനിധികൾ അത്തരം വീടുകൾ സന്ദർശിക്കാറുണ്ട്. അങ്ങനെയുള്ള സ്ഥിതി ഇതുകൊണ്ട് സംഭവങ്ങൾ സ്ഥിതി പുനഃസ്ഥാപിക്കാൻ ആണ് ഗവൺമെൻറ് പ്രതിനിധികളും അതാത് സ്ഥലത്തെ ജനപ്രതിനിധികളും മുൻകൈ എടുക്കേണ്ടത്. അത്തരം നിലപാടുകളാണ് സ്വീകരിക്കേണ്ടത്. അങ്ങനെ പോവുകയല്ലേ വേണ്ടത്. പോയതിലെന്താണ് തെറ്റ്? അല്ല, ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയാണ് റവന്യൂ മന്ത്രി. മന്ത്രിമാർക്ക് പാർട്ടി എന്നുള്ള നിലയിൽ എല്ലാ ഓരോരാളുകളും പ്രവർത്തിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മന്ത്രിയോട് ആവശ്യപ്പെട്ടത് ഒരു CBI അന്വേഷണം വേണമെന്നാണ് ഈ കുടുംബം. അത്തരൊരു ആവശ്യത്തെ പാർട്ടി സ്വീകരിക്കുന്നുണ്ടോ? അല്ല, ഇപ്പം അന്വേഷണം നടന്നു വരുന്നല്ലേ ഉള്ളൂ. അന്വേഷണം നടന്നു വരുന്നതിന് മുമ്പ് തന്നെ CBI എന്ന് പറയുന്നത് അന്വേഷണത്തെ സംബന്ധിച്ച് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല എന്നുള്ള തെളിവല്ലേ. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം CBI എന്നുള്ളത് അവർ തോന്നുന്നത് എന്തെങ്കിലും അഭിപ്രായത്തിൻ്റെ ഭാഗമായിരിക്കും. അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ അവർ ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കട്ടെ. CBI അന്വേഷണം കേരളത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും CBI അന്വേഷിക്കണം എന്നുള്ള നിലപാട് സ്വീകരിച്ചാൽ പിന്നെ കേരള പോലീസ് പിരിച്ചുവിടുന്നതല്ലേ നല്ലത്. കേരളത്തിൽ ഇനി കേരള പോലീസ് വേണ്ട, കേരളത്തിൽ CBIനെ ഏൽപ്പിക്കണതാണോ കേരളത്തിൻ്റെ ഭരണം? ഈ TP കേസിൽ PK കുഞ്ഞനന്തനെ കോടതി ശിക്ഷിച്ച ശേഷം CPM പറയുന്നത് അദ്ദേഹം നിരപരാധിയാണ്. അതേസമയത്ത് പീതാംബരന്റെ കാര്യം വന്നപ്പോൾ പോലീസ് പ്രതി ചേർക്കുന്നതിന് മുമ്പ് തന്നെ പാർട്ടി പുറത്താക്കി നടപടിയെടുത്തു. പീതാംബരം പ്രതിയാണെന്ന് പാർട്ടി നേരത്തെ തീരുമാനിച്ചാണോ അറിഞ്ഞത്? ഇത് സംബന്ധിച്ച് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് പാർട്ടിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് നടന്നൊരു സംഭവമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകൻ അതിൽ പങ്കാളിത്തമുണ്ടെങ്കിൽ അത്തരക്കാർക്ക് പാർട്ടിയിൽ നിൽക്കാനുള്ള യാതൊരു അർഹതയുമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സഖാവിനെ പാർട്ടി ജില്ലാ കമ്മിറ്റി നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ആർക്ക് പ്രാതിനിധ്യം ഉണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ എല്ലാ കക്ഷികളും ഇവിടെ ഈ ഇതിനകത്ത് പങ്കെടുത്തിരിക്കുന്നത്. ഏത് പ്രവർത്തനം തുടങ്ങിപ്പോയി? ഈ ജാഥയിൽ വന്നതുകൊണ്ടോ? ഇലക്ഷനിൽ എല്ലാ പാർട്ടികളും പ്രവർത്തിക്കുമല്ലോ. ഇടതുപക്ഷ മുന്നണിയിൽ ഇപ്പോൾ 10 കക്ഷികളുണ്ട്. ആ 10 കക്ഷികൾക്ക് പുറമെ RSP ലെനിനിസ്റ്റുണ്ട്. ഫോർവേഡ് ബ്ലോക്കിൽ തന്നെ ഒരു വിഭാഗം ഞങ്ങൾക്ക് പിന്തുണയുമായി വന്നു. JSS ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ്. CPI ML ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ്. അപ്പം ഇങ്ങനെയുള്ള ജാനു വിഭാഗം NDA വിട്ടു ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുക. ഇങ്ങനെയുള്ളവരെല്ലാം കൂടി ചേരുന്ന വിപുലമായൊരു പ്രസ്ഥാനമായി ഇടതുപക്ഷ പ്രസ്ഥാനം മാറുകയാണ്. ഇവരെല്ലാം കൂടി ചേരുന്ന വിപുലമായൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജാഥ നടക്കുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനം കേരളത്തിൽ ശക്തിപ്പെട്ടു വരുന്നുള്ള തെളിവല്ലേ ഇത്? അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെളിയും. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ അത് നിങ്ങൾക്ക് ഇത്തവണ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ജാഥയിലല്ലേ ഉള്ളത്. ജാഥ നിർത്തിവെച്ചിട്ട് എവിടെയെങ്കിലും ഇപ്പോൾ പോകാൻ സാധിക്കും? അത് ജാഥ നിർത്തിവെച്ചിട്ട് ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. സന്ദർഭം വരുമ്പോൾ ആരുമായിട്ടും ചർച്ച ചെയ്യും. ചർച്ചയ്ക്ക് ആരുമായിട്ടും തടസ്സമില്ല. നിങ്ങളുമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ലേ? നമ്മൾ ശക്തമായിട്ട് എതിർക്കുന്ന ചില മാധ്യമക്കാരുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ഞങ്ങളെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരു പത്രമല്ലേ മലയാള മനോരമ. മനോരമയുമായിട്ട് ഞങ്ങളിടയ്ക്ക് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. മാതൃഭൂമിയുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. ഏഷ്യാനെറ്റ് ഞങ്ങൾ എതിർക്കുന്നവരല്ലേ, അവിടെ പോയിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് ചർച്ച ആരുമായിട്ട് ചെയ്യാൻ തയ്യാറാണ്. ആരുടെ മുമ്പിലും ചർച്ചയുടെ വാതിലുകൾ ഇടതുപക്ഷം കൊട്ടിയടച്ചിട്ടില്ല. അത് ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിൽ തുറന്ന സമീപനമാണ് ഉള്ളത്. ഈ ശബരിമല വിഷയത്തിലെ സുപ്രീം കോടതി വിധി അതേപോലെ നടപ്പാക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ.
അതേസമയത്ത് ഈ ആദിവാസികളുടെ വിഷയം വന്നപ്പോൾ നമ്മൾ അപ്പീലിൽ പോകണമെന്ന് പറയുന്നു. സുപ്രീം കോടതി വിധി അതേപോലെ തന്നെ നടപ്പാക്കാൻ നമ്മൾ തയ്യാറാകും. ഞാൻ അതേ ഒരു നിലപാട് ശബരിമല വിഷയത്തിൽ എടുക്കണം എന്നുള്ളതായിരുന്നു സർക്കാരുടെ മൊത്തത്തിലുള്ളൊരു ആവശ്യം. അതിൽ ഈ സർക്കാർ സുപ്രീം കോടതി അതുപോലെ അനുസരിക്കുകയും ഈ ആദിവാസി വിഷയം വന്നപ്പോൾ നമ്മൾ അപ്പീലിൽ പോകണം എന്ന് പറയുകയും ചെയ്യുന്ന രണ്ടൊരു നിലപാടായിട്ട് തോന്നുന്നില്ല. ശബരിമല വിഷയത്തിലും ആളുകൾ റിവ്യൂ ഹർജി കൊടുത്തിട്ടുണ്ടല്ലോ വിവിധ സംഘടനകൾ. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. സർക്കാരിന് സുപ്രീം കോടതി വിധിയോട് യോജിപ്പുണ്ട്. യോജിപ്പുള്ള കാര്യത്തിൽ അപ്പീൽ കൊടുക്കേണ്ട കാര്യമില്ല. ഇത് സംസ്ഥാന ഗവൺമെന്റ് അഭിപ്രായത്തിന് വിരുദ്ധമായിട്ടാണ് സുപ്രീം കോടതി വിധി വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പീൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ LDF ഗവൺമെന്റ് വന്നപ്പോൾ 1,03,000 പേർക്ക് ഇതിനകം പട്ടയം കൊടുത്തു കഴിഞ്ഞു. ഇനിയും പലർക്കും പട്ടയം കിട്ടാനുണ്ട്. അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഗവൺമെന്റ് പട്ടയം കൊടുക്കും. അത് റവന്യൂ വകുപ്പും ഫോറസ്റ്റ് വകുപ്പും കൂടി ചേർന്ന് സംയുക്ത പരിശോധന നടത്തി അർഹമായിട്ടുള്ള എല്ലാ കേസുകൾക്കും പട്ടയം കൊടുക്കുന്നതാണ്. സമരത്തിന്റെ പേരിൽ നമ്മുടെ CPM നേതൃത്വത്തില് കുറച്ച് ആളുകളെ സമരഭൂമിയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. 33 കുടുംബങ്ങൾ അവർ പ്രളയമടക്കമുള്ള വിഷയങ്ങളിൽ ഒരുപാട് ദുരിതം അനുഭവിച്ചു. നമുക്ക് വേണ്ടി പാർട്ടി ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ആഗ്രഹം നിലനിൽക്കുന്നു. 7 വർഷം കഴിഞ്ഞാൽ അവിടെ കുടിയേറ്റ് താമസം അത് പ്രത്യേകം പരിശോധിക്കും. അടക്കമുള്ളവർ വന്നിട്ടാണ് സമരം ഉദ്ഘാടനം ചെയ്തത്. ആ വിഷയം പ്രത്യേകം പരിശോധിക്കേണ്ടതൊരു വിഷയമാണ്. ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യം മാനുഷിക പരിഗണന നൽകി എപ്പോഴും സർക്കാർ ആലോചിക്കാറുണ്ട്. അതിലുൾപ്പെട്ടവരുടെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും എന്ന് സർക്കാർ പ്രത്യേകം പരിശോധിക്കുന്നതാണ്. ഈ ശബരിമല സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നതിൽ ഒരു ത്രുതി ഉണ്ടായി ആണ് പലർക്കും ആരോപണം ഉയർന്നത്. അതുകൊണ്ടാണ് സമരം പെട്ടെന്ന് പുറപ്പെടുകയും ചെയ്തത്. ശബരിമല വിധി വന്ന ഉടനെ ഒരു സമരം ഉണ്ടായില്ല. എന്നാൽ മുഖ്യമന്ത്രി ഇത് പറഞ്ഞുകൊണ്ടുകൂടി വളരെ സ്ത്രീകളെ കയറ്റുമെന്ന് പറഞ്ഞുകൊണ്ടുകൂടിയാണ് സമരം ഉണ്ടായത്. ഇത് പത്തനംതിട്ട ജില്ലയിലെ ഇലക്ഷനെ നെഗറ്റീവായി മാറി. സുപ്രീം കോടതി വിധി വന്നപ്പോൾ ആദ്യം സ്വാഗതം ചെയ്തത് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡാണ് പറഞ്ഞത് ഇത് ചരിത്ര പ്രാധാന്യമുള്ള വിധിയാണ്. ഈ കോടതി വിധി നടപ്പാക്കണമെന്ന് പറഞ്ഞ ആളാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇതെല്ലാവർക്കും ബാധകമാണെന്നാണ് കോടതി വിധി വന്നപ്പോൾ പറഞ്ഞത്. RSSന്റെ ബയ്യാജി ജോഷി ഈ കോടതി വിധി സ്വാഗതം ചെയ്തു. കേരളത്തിലെ RSSന്റെ തലവൻ ഗോപാലൻകുട്ടി മാസ്റ്റർ അദ്ദേഹം പറഞ്ഞത് RSSന്റെ അഭിപ്രായമാണ് കോടതി വിധിയിൽ കൂടി പുറത്തു വന്നിട്ടുള്ളത് എന്താണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതമായിരുന്നു ആദ്യം. ഇപ്പം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും സ്വാഗതം ചെയ്ത സന്ദർഭത്തിൽ ഗവൺമെൻറ്റിനും അതിനോട് വിയോജിപ്പില്ല. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് അക്കാര്യത്തിൽ യാതൊരു ധൃതിയും കാണിച്ചിട്ടില്ല. ഗവൺമെൻറ് പറഞ്ഞത് സുപ്രീം കോടതി വിധി നടപ്പാക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. ഇത് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു സ്ത്രീയെയും കയറ്റാൻ ഗവൺമെൻറ് ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ആകെ 2 സ്ത്രീകളെ മാത്രമേ ഗവൺമെൻറ് കയറ്റാൻ പറ്റൂ ഈ ശബരിമലയിൽ. അങ്ങനെ ഇടതുപക്ഷ മുന്നണിക്ക് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ 2 സ്ത്രീകളെ ഈ കാര്യവരും ഇടതുപക്ഷക്കാരും അല്ലല്ലോ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേരളത്തിൽ 50 ലക്ഷം പേരില്ലേ? അവരുടെ ഒരു 1 ലക്ഷം ആളെങ്കിലും സ്ത്രീകളെ കൊണ്ടുപോകാൻ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വിചാരിച്ച കഴിയില്ലേ? അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടില്ല. സ്ത്രീകളെല്ലാം അവിടെ പോയിക്കൊള്ളണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുമില്ല. ഇടതുപക്ഷ മുന്നണിയും സ്ത്രീകളെ കൊണ്ടുപോകാൻ ഒരു ശ്രമവും നടത്തിയിട്ടില്ല. ഏതെങ്കിലും സ്ത്രീക്ക് പോകണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ പോകാൻ അനുവദിക്കണമെന്ന് മാത്രമേ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളൂ. അല്ല, പന്തളത്ത് നടന്ന ഒരു പ്രതിഷേധ സമരത്തിൽ ഒക്ടോബർ 2 നടന്ന പ്രതിഷേധ സമരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. 10,000-ലധികം ആളുകൾ പങ്കെടുത്തു. ഇത്ര വലിയൊരു പ്രതിഷേധം കണ്ടപ്പോഴെങ്കിലും സർക്കാരിനൊന്ന് പതുക്കെ പോകാം എന്ന് തീരുമാനിക്കാം. പ്രതിഷേധം കണ്ടാൽ സുപ്രീം കോടതി വിധി മാറ്റാൻ പ്രതിഷേധം കൊണ്ട് സാധിക്കുമോ? പ്രതിഷേധം സുപ്രീം കോടതി വിധിക്ക് പ്രതിഷേധിച്ചിട്ട് എന്താണ് കാര്യം? സുപ്രീം കോടതിയിൽ റിവ്യൂ ഹർജി കൊടുക്കുക, സുപ്രീം കോടതിയിൽ നിയമപരമായിട്ട് പോരാടുക. സുപ്രീം കോടതി വിധിക്കെതിരെ തെരുവിൽ സമരം നടത്തിയിട്ട് ഏതെങ്കിലും ഒരു സുപ്രീം കോടതി വിധി മാറിയിട്ടുണ്ടോ? അപ്പോൾ സമരത്തിൽ ഇറക്കുന്നവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ? സുപ്രീം കോടതി വിധി മാറ്റണമെങ്കിൽ സുപ്രീം കോടതിയിൽ തന്നെ റിവ്യൂ ഹർജി കൊടുക്കണം. ഇപ്പോൾ റിവ്യൂ ഹർജി കൊടുത്തിട്ടുണ്ട്. ആ സുപ്രീം കോടതിയുടെ റിവ്യൂ ഹർജിയുടെ വിധി വരുന്നത് വരെ കാത്തിരിക്കുകയല്ലേ വഴിയുള്ളൂ. അതിന് പകരം കേരളത്തിലെ കുറേ ആളുകൾ ചേർന്ന് തെരുവിലിറങ്ങി അക്രമം കാണിച്ചാൽ സുപ്രീം കോടതി വിധി മാറ്റുമോ? അത് ഭരണഘടനയെ വെല്ലുവിളിക്കലല്ലേ? അപ്പോൾ കുറച്ച് ആളുകൾ കൂടി തെരുവിൽ കലാപം നടത്തിയാൽ ഗവൺമെൻറ് പറയാൻ പറ്റുമോ ഈ സുപ്രീം കോടതി വിധി ഇവിടെ നടപ്പാക്കില്ല? ഇതേ സന്ദർഭത്തിൽ മഹാരാഷ്ട്രയിലൊരു ക്ഷേത്രത്തിൽ, ഹിന്ദു ക്ഷേത്രത്തിൽ തന്നെയല്ലേ, സിസ്നാപൂർ ശനി ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുത്തത്? അതവിടുത്തെ BJP ഗവൺമെൻറ് നടപ്പാക്കിയില്ലേ?
മുംബൈയിൽ തന്നെ ഒരു ദർഗ, ഹാജി അലി ദർഗ, അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണമെന്ന് സുപ്രീം കോടതി വിധിച്ചിരിക്കുകയാണ്. അത് നടപ്പാക്കാൻ അവിടുത്തെ ഗവൺമെൻറ് തീരുമാനിക്കുകയും ചെയ്തു. അവിടെ എന്താ സമരമില്ലാത്തത്? ഈ മഹാരാഷ്ട്രയിൽ BJP ഒന്നും ഇല്ലേ? മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഇല്ലേ? അവിടുത്തെ പ്രതിപക്ഷം കോൺഗ്രസ് അല്ലേ? ഇവിടുത്തെ പ്രതിപക്ഷ സമരം, മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷത്തിന് സമരമില്ല. അപ്പോൾ മഹാരാഷ്ട്ര BJP ഭരിക്കുന്നത് കൊണ്ട് കോൺഗ്രസിന് സമരമില്ല, BJPക്ക് സമരമില്ല. ഹൈക്കോടതി വിധി നടപ്പാക്കാം, സുപ്രീം കോടതി വിധി നടപ്പാക്കാം. കേരളത്തിൽ ഇടതുപക്ഷമായതുകൊണ്ട് സമരം. ഇതല്ലേ നടക്കുന്നത്? ഇത് ഇരട്ടത്താപ്പാണ്. ഇലക്ഷൻ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വരും ഇത്തവണ. കാരണം ഇടതുപക്ഷം സ്വീകരിച്ച നിലപാട് സ്ത്രീപക്ഷ നിലപാടാണ്. പത്തനംതിട്ട ജില്ലയിലും ഭൂരിപക്ഷ സ്ത്രീകളാണ്. അപ്പം സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തെയാണ് സ്ത്രീകൾ അംഗീകരിക്കുക. യാഥാസ്ഥിക നിലപാട് സ്വീകരിക്കുന്നവരാണ് സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്നത്. പുരോഗമന ശക്തികൾ എല്ലാ കാലത്തും സ്ത്രീപക്ഷ നിലപാടാണ് സ്വീകരിക്കുക. അത്തരമൊരു നിലപാട് സ്വീകരിച്ച ഇടതുപക്ഷത്തിന് ഇത്തവണ വോട്ടും കൂടും, സീറ്റും വർദ്ധിക്കും. ഈ ശബരിമലയിൽ അടുത്തല്ലേ കഴിഞ്ഞ ദിവസം ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അല്ലേ? ആ റിസൾട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടേണ്ടത് അവിടെ നിന്നല്ലേ? അപ്പോൾ തുടക്കം നല്ലതാണ് ഇതിനു ശേഷം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് പത്തനംതിട്ട വോട്ടും കൂടും, സീറ്റും ഇത്തവണ ഇടതുപക്ഷത്തിനായിരിക്കും എന്നതാണ് ഇവിടെ വരാൻ പോകുന്നത്. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുക. അയ്യോ, സ്ഥാനാർത്ഥിക്ക് എവിടെ പഞ്ഞോ? എത്ര ആളാണ് ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയായിട്ട് വരാൻ വേണ്ടി ഞങ്ങളുടെ മുമ്പിൽ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രത്യേകിച്ച് പത്തനംതിട്ടക്ക് ഇത്തവണ ആൾ വരുന്നത് കൂടുതലുമാണ്. എൻ്റെ അടുത്ത് വേറെ ജില്ലയിൽ എവിടെയൊന്നും ആൾ വന്നിട്ടില്ല. പത്തനംതിട്ടയിൽ നിന്ന് വളരെ ആളുകൾ സമീപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അർത്ഥം പത്തനംതിട്ട ഇടതുപക്ഷത്തിന് പ്രതീക്ഷയുള്ള സീറ്റായി പലരും കാണുന്നത് കൊണ്ടാണ് ഇത്തവണ ഡിമാൻഡ് കൂടുന്നൊരു സീറ്റ് പത്തനംതിട്ടയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ മത്സരിക്കും. ശരി, എല്ലാവർക്കും നന്ദി. കോടിയേരി ബാലകൃഷ്ണൻ പത്തനംതിട്ട ജില്ലയിൽ സംസാരിക്കുകയായിരുന്നു. കേരള സംരക്ഷണ യാത്ര പത്തനംതിട്ട ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ഇടവേള. മഹാരാഷ്ട്രയിൽ കർഷകരുടെ രണ്ടാം ലോങ് മാർച്ചിന് തുടക്കം. പോലീസ് വിലക്കും പ്രതിസന്ധികളും മറികടന്നാണ് മാർച്ച് മുന്നേറുന്നത്. 27-ന് വിധാൻസഭ വളയും. വിവരങ്ങളുമായി ശരത്ത് ചേരുകയാണ്. ശരത്ത്, ഏത് രീതിയിലാണ് മാർച്ച് മുന്നേറുന്നത്? പ്രിയ, ഇന്നലെയും ഇന്നുമായി പല രീതിയിൽ മാർച്ച് പരാജയപ്പെടുത്താൻ വേണ്ടി സർക്കാർ നടത്തിയ നീക്കങ്ങളെയെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ കിസാൻ ലോങ് മാർച്ചിന് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ തുടക്കമായിരിക്കുന്നത്. സർക്കാർ പല രീതിയിലുള്ള അട്ടിമറി ശ്രമങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം കർഷകർ നാസിക്കിൽ എത്തുന്നത് തടയാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നു. അതുപോലെ തന്നെ കർഷക നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് സമരത്തെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. ഇവയൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് ആണ് ഇപ്പോൾ സമരം ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നലെ പ്രയാണം ആരംഭിക്കാനിരുന്ന മാർച്ചിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല കർഷകർക്കും ഈ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് എത്താൻ വേണ്ടി സാധിച്ചിരുന്നില്ല. അവരൊക്കെ തന്നെ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി നാസിക്കിലെത്തി. അവരെയൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ മാർച്ച് ഏതാണ്ട് 9:30 പുറപ്പെട്ടിരിക്കുന്നത്. നേരത്തെ കർഷകർ ഇന്നലെ രാത്രിയൊക്കെ തന്നെ വഴിയരികിലും അതുപോലെ തന്നെ മൈതാനത്തുമൊക്കെ തന്നെ താമസിച്ചുകൊണ്ടാണ് ഇന്നലെ രാത്രി പുലർത്തിയത്. വഴിയോരങ്ങളിലും മൈതാനങ്ങളിലും ഒക്കെ തന്നെ കഴിഞ്ഞ കർഷകർക്ക് പിന്തുണയുമായി വലിയ മറ്റ് സന്നദ്ധ സംഘടനകളൊക്കെ തന്നെ ഇപ്പോൾ വരുന്നുണ്ട്. സമരം ഉദ്ഘാടനം ചെയ്തതിന് തൊട്ട് പിന്നാലെ തന്നെ മഹാരാഷ്ട്ര സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മന്ത്രി ഗിരീഷ് മഹാജൻ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ആ ചർച്ചയിൽ കൃത്യമായ ഉറപ്പുകൾ നൽകാൻ സർക്കാർ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അതിനെ തുടർന്ന് ചർച്ച പരാജയമാവുകയായിരുന്നു. എന്നാൽ അനുനയ നീക്കങ്ങൾ സർക്കാർ ഇപ്പോഴും തുടരുകയാണ്. മറുവശത്ത് മാർച്ചിനെ തടയാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഏത് നിമിഷവും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ആ രീതിയിലുള്ള സേനാവിന്യാസം നാസിക് മുംബൈ ഹൈവേയിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 50,000-ത്തിലേറെ കർഷകരാണ് മാർച്ചിൽ അണിനിരക്കുന്നത്. കഴിഞ്ഞ ലോങ് മാർച്ചിൽ ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങൾ അംഗീകരിച്ച് നേടിയെടുക്കാൻ വേണ്ടിയാണ് വീണ്ടും ഈ ഒരു ലോങ് മാർച്ച് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ മഹാരാഷ്ട്ര സർക്കാരിന്റെ ബജറ്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 27-ന് ആ ബജറ്റ് സമ്മേളനം അവസാനിക്കുന്ന ദിവസം തന്നെ മഹാരാഷ്ട്ര വിധാൻസഭ വളഞ്ഞുകൊണ്ട്
സമരം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് ആവശ്യങ്ങൾ നേടിയെടുക്കുന്നവരെ അവിടെ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് കർഷകരുടെ തീരുമാനം. ഏതായാലും ഈ മാർച്ച് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ സർക്കാർ ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകൾക്ക് തയ്യാറാകും. കാരണം മുൻ അനുഭവം മഹാരാഷ്ട്ര സർക്കാരിന് മുൻപിലുണ്ട്. മുംബൈയിൽ എത്തിയ കർഷക മാർച്ച് എത്രത്തോളം ജനശ്രദ്ധ ആകർഷിച്ചു, അത്രത്തോളം ജനപിന്തുണ ആകർഷിച്ചു എന്നുള്ളത് കൃത്യമായി മഹാരാഷ്ട്ര സർക്കാരിന് അറിയാം. അതിനാൽ തന്നെ മാർച്ച് മുംബൈയിൽ എത്തുന്നതിന് മുൻപായി തന്നെ അനുനയ നീക്കങ്ങളുടെ ഭാഗമായി ഉള്ള ചർച്ചകൾ ഒരിക്കൽ കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഏതായാലും കിസാൻ സഭ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് ഒരു വശത്ത് മാർച്ച് നടത്തിക്കൊണ്ട് മാത്രമേ ഈ ചർച്ചയ്ക്ക് തയ്യാറുള്ളൂ. ചർച്ചയിൽ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ യാതൊരു കാരണവശാലും മാർച്ചിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് കിസാൻ സഭയുള്ളത്. ശരി, വിവരങ്ങളാണ് ശരത് നൽകിയത്. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്തുന്ന ചുരുക്കം ചില സംസ്ഥാനങ്ങളിലൊന്നാണ് ഒഡീഷ. 19 വർഷമായി ഒരേ പാർട്ടിക്ക് അനുകൂലമായി വിധിയെഴുതുന്ന ഒഡീഷക്കാരുടെ രാഷ്ട്രീയത്തിനുമുണ്ട് ഏറെ പ്രത്യേകതകൾ. ഈ വർഷത്തെ പത്മശ്രീ പുരസ്കാരം മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷയിലെ സ്ഥാനാർത്ഥിത്വം വരെ സംസ്ഥാനത്തെ ചർച്ചാ വിഷയങ്ങളാണ്. ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ പോലും പങ്കെടുക്കാതെ ദേശീയ രാഷ്ട്രീയത്തിലെ വ്യത്യസ്തനായ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിനും കണക്കുകൂട്ടലുകൾ ഏറെ. 21 ലോക്സഭാ സീറ്റും 147 നിയമസഭാ സീറ്റുകളും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന ഒഡീഷയിൽ ബിജെപിക്കും കോൺഗ്രസിനും പ്രതീക്ഷകൾ വലുതാണ്. 2000 മുതൽ നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിൽ ബിജു ജനതാദൾ എന്ന ചെറുപാർട്ടി സംസ്ഥാനം കൈയടക്കിയിട്ട് 19 വർഷമാകുന്നു. ബി.ജെ.ഡി. ഭരണമാരംഭിച്ച ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനും ബി.ജെ.പിക്കും ഒഡീഷക്കാർ കാര്യമായ സീറ്റുകളൊന്നും നൽകിയിട്ടില്ല. 2014 മോദി തരംഗത്തിൽ പോലും ബി.ജെ.പിക്ക് ആകെ ലഭിച്ചത് 1 സീറ്റ്. കോൺഗ്രസ് സമ്പൂർണ്ണ പരാജയമായി. 20 സീറ്റിലും ബി.ജെ.പി വിജയക്കൊടി പാറിച്ചു. പക്ഷെ ഇത്തവണ ബി.ജെ.പിക്ക് പ്രതീക്ഷയുണ്ട്. 2017 നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 297 സീറ്റുകളിൽ വിജയിച്ച് ബി.ജെ.പി സംസ്ഥാനത്തെ രണ്ടാമത്തെ വലിയ പാർട്ടിയായി. ഹിന്ദി ബെൽറ്റിൽ ഇത്തവണയുണ്ടാകുന്ന ക്ഷീണം മാറ്റാൻ ഒഡീഷയിൽ കഴിയുമെന്ന് അമിത്ഷാ കരുതുന്നു. ഇതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും അഭ്യൂഹമുണ്ട്. വാരണാസി കൈയൊഴിഞ്ഞ് ഒഡീഷയിലെ പുരി മോദി നോട്ടമിട്ടതായി ശക്തമായ പ്രചാരണം ബി.ജെ.പി നടത്തുന്നു. ഒറ്റയ്ക്ക് മത്സരിക്കുന്ന മോഹം കോൺഗ്രസ് ഉപേക്ഷിച്ചു. JMM, CPI തുടങ്ങിയ പാർട്ടികളുമായി ചർച്ച ആരംഭിച്ചതായി കോൺഗ്രസ് PCC അധ്യക്ഷൻ നിരഞ്ജൻ പട്നായിക് സ്ഥിരീകരിക്കുന്നു. 2014 കണക്കനുസരിച്ച് സീറ്റൊന്നും ലഭിച്ചില്ലെങ്കിലും കോൺഗ്രസിന് 25.71% വോട്ടുണ്ട്. ബി.ജെ.പിക്കാകട്ടെ 19.99%. ബിജു ജനതാദളിന് 44.77%. 1999 മുതലുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം സംസ്ഥാനത്ത് വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ച ഏക പാർട്ടി ബിജു ജനതാദളാണ്. ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിലും മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ ജനസമിതിയിലാണ് പാർട്ടി പ്രതീക്ഷ. കേന്ദ്രത്തിൽ ഭരണ പ്രതിപക്ഷ പാർട്ടികളോട് എപ്പോഴും അകലം പാലിക്കുന്ന നവീൻ പട്നായിക് CBIയുടെ ബംഗാളിലെ നീക്കത്തെ എതിർത്ത് മമതയോടൊപ്പം എത്തിയതാണ് ആകെ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തോട് അടുപ്പം കാട്ടിയ സന്ദർഭം. ഇപ്രാവശ്യത്തെ പത്മശ്രീ പുരസ്കാരം നവീൻ പട്നായിക്കിന്റെ സഹോദരി ഗീതാ മേത്ത നിരസിച്ചതുപോലും ബി.ജെ.പി ബന്ധം ആരോപിക്കാതിരിക്കാനാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PR ഏജൻസികളുടെ സഹായം തേടി കോൺഗ്രസ്. ആഗോള പരസ്യ കമ്പനികളുടെ സഹായത്തോടെയാണ് പ്രചരണ മുദ്രാവാക്യം കോൺഗ്രസ് തയ്യാറാക്കുന്നത്. രാജ്യത്തെ പ്രമുഖ PR ഏജൻസികൾ പലതും പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എന്താകണമെന്നത് സംബന്ധിച്ച പദ്ധതി ദേശീയ നേതൃത്വത്തിന് മുൻപിൽ അവതരിപ്പിച്ചു. സോഷ്യൽ മീഡിയയിലും പുറത്തും PR ഏജൻസികൾ വഴി നടത്തിയ പ്രചരണങ്ങൾ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ വിജയത്തിന് ഏറെ സഹായകരമായിരുന്നു. കോൺഗ്രസ് ആകട്ടെ സോഷ്യൽ മീഡിയയിലും മറ്റിടങ്ങളിലെ പ്രചരണങ്ങളിലും വളരെ പിന്നിലുമായി. ഈ രീതിക്ക് ഇത്തവണ മാറ്റം കൊണ്ടുവരാനാണ് കോൺഗ്രസ് ശ്രമം. ഇതിന്റെ ഭാഗമായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PR ഏജൻസികളുടെ സഹായം കോൺഗ്രസ് തേടിയിരിക്കുന്നത്. ആഗോള പരസ്യ കമ്പനികളുടെ സഹായത്തോടെ പ്രചരണ മുദ്രാവാക്യം തയ്യാറാക്കാനാണ് ശ്രമം. ഇതിനായി പല പരസ്യ കമ്പനികളുമായി ചർച്ച നടത്തി. ഷിക്കാഗോ ആസ്ഥാനമായ ലിയോ ബർനെറ്റ്, നിക്സൺ ആഡ് തുടങ്ങി 7 പ്രമുഖ പരസ്യ കമ്പനികളാണ് കോൺഗ്രസിനായി മുദ്രാവാക്യം തയ്യാറാക്കുന്നത്. ബഹുത് ഹുയി, ജുംലോം കി മാർ, ആവോ ബദലെ മോദി സർക്കാർ,
ബന്ദേ മേ ഹേദം, സാത് ചലേംഗെ ഹം തുടങ്ങിയ പ്രചരണ മുദ്രാവാക്യങ്ങളാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. സമൂഹമാധ്യമങ്ങളിലെ പ്രചരണത്തിന് വൈദഗ്ധ്യമുള്ള മറ്റ് സ്വകാര്യ ഏജൻസികളുടെ സഹായവും കോൺഗ്രസ് തേടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊച്ചിയിലെ ചെരുപ്പ് ഗോഡൌണിലുണ്ടായ തീപിടുത്തത്തിൽ അട്ടിമറി സാധ്യതയെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. സ്ഥാപനത്തിലെ ജനറൽ മാനേജർ ഉൾപ്പെടെയുള്ള ജീവനക്കാരിൽ നിന്നും ഇന്ന് മൊഴി രേഖപ്പെടുത്തും. ജനറേറ്ററിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, PWD കെട്ടിട വിഭാഗം, നഗരസഭ എന്നിവരുടെ വിദഗ്ധ പരിശോധന ഇന്ന് നടക്കും. തീപിടുത്തമുണ്ടായ സ്ഥാപനത്തിന്റെ ജനറൽ മാനേജർ ഫിലിപ്പ് ചാക്കോ നൽകിയ പരാതിയിൽ പോലീസ് ഇന്നലെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സ്ഥാപന മേധാവികളായ ഫിലിപ്പ് ചാക്കോ, ജോൺ എന്നിവരിൽ നിന്നും ഇന്ന് മൊഴിയെടുക്കും. അപകട സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരിൽ നിന്നും കൊച്ചി സെൻട്രൽ പോലീസ് ഇന്നലെ തന്നെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. ജനറേറ്റർ സ്ഥാപിച്ചിരുന്ന താഴത്തെ നിലയിൽ നിന്നാണ് അഗ്നിബാധ ആരംഭിച്ചതെന്നാണ് മൊഴി. വൈദ്യുതി ബന്ധം നിലച്ചതിനെ തുടർന്ന് ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കണം തീപിടുത്തമുണ്ടായതെന്നാണ് നിഗമനം. ഈ സാഹചര്യത്തിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധനാ ഫലം നിർണായകമാണ്. ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ ഭാഗമായി ഗോഡൌണിൽ കൂടുതൽ സ്റ്റോക്ക് സംഭരിച്ചിരുന്നതായും ജീവനക്കാർ പറഞ്ഞു. ഇക്കാര്യങ്ങളിലൊക്കെ അസ്വാഭാവികതയുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ചതായി ഉയർന്ന പരാതിയിൽ നഗരസഭയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പെരിയയിലെ കൊലപാതകം CPIM നേതൃത്വത്തിന്റെയോ പാർട്ടിയുടെ അറിവോടെയോ നടന്നതാണെന്ന് താൻ കരുതുന്നില്ലെന്ന് കേസിൽ അറസ്റ്റിലായ A. പീതാംബരന്റെ ഭാര്യ മഞ്ജു പറഞ്ഞു. തന്റെയും കുടുംബാംഗങ്ങളുടെയും ഇപ്പോഴത്തെ മാനസിക നില ദുരുപയോഗം ചെയ്യുകയാണ് ചില ചാനലുകൾ ചെയ്തത്. കൊലയ്ക്ക് ശേഷം തങ്ങളുടെ വീടിന് നേരെ ഉണ്ടായ കോൺഗ്രസ് ആക്രമണം ഈ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തില്ലെന്നും മഞ്ജു പറഞ്ഞു. പെരിയയിലെ കൊലപാതക സംഭവത്തെ തുടർന്ന് CPIM നേതാക്കളോ പ്രവർത്തകരോ തങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്ന് കേസിൽ അറസ്റ്റിലായ A. പീതാംബരന്റെ ഭാര്യ മഞ്ജു പറഞ്ഞു. വൃത്തിയായ അമ്മയും മകളുമടങ്ങുന്ന തങ്ങളുടെ കുടുംബം തികച്ചും ഒറ്റപ്പെട്ടു പോയ നിലയിലായിരുന്നു. അർദ്ധരാത്രിയിലാണ് ഒരു മലയാളം ചാനൽ വന്ന് CPIM പറഞ്ഞിട്ടാണ് കൊലപാതകം പീതാംബരൻ നടത്തിയതെന്ന് പറയുന്നതിന് സമ്മർദ്ദം ചെലുത്തി. ചോദ്യങ്ങൾ ആ രൂപത്തിലായിരുന്നു. അപ്പോഴത്തെ മാനസിക നില പ്രയോജനപ്പെടുത്തുകയായിരുന്നു ചാനൽ. രാവിലെ വന്ന ചാനലുകളും ഇതേ ചോദ്യം ആവർത്തിച്ചു. കൊല നടത്താൻ CPIM ആവശ്യപ്പെടുമെന്ന് താൻ ഒരിക്കലും കരുതുന്നില്ലെന്ന് മഞ്ജു പറഞ്ഞു. പാർട്ടി അങ്ങനെ പറയില്ല. എന്തെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും ഒരാളെ കൊന്നിട്ട് വന്ന് പാർട്ടി പറയില്ല എന്ന് പറയില്ല. പക്ഷെ കൊല്ലുന്നവരൊക്കെ പാർട്ടി കൂട്ടു നിൽക്കില്ല. പാർട്ടി ഒരിക്കലും കൂട്ടു നിൽക്കില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. എന്റെ പാർട്ടിയെ ഒരിക്കലും കൂട്ടുന്നില്ല. അറിവ് എനിക്കില്ല. വിലാപയാത്ര വീടിന് മുമ്പിലൂടെ കടന്നുപോയപ്പോൾ 50ഓളം കോൺഗ്രസുകാർ വീട് ആക്രമിച്ചു. 77 വയസ്സുള്ള പീതാംബരന്റെ അമ്മയെയും സ്കൂൾ വിദ്യാർത്ഥിനിയായ മകളെയും മർദ്ദിച്ചു. വീട്ടുപകരണങ്ങൾ നശിപ്പിച്ചു. മോളുടെ പാഠപുസ്തകങ്ങൾ പോലും തീയിട്ടു. കൃഷി വ്യാപകമായി നശിപ്പിച്ചു. ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞുവെങ്കിലും ഒരു ടെലിവിഷൻ ചാനലും റിപ്പോർട്ട് ചെയ്തില്ല. ചാനലുകാർ അതേ പറയുന്നില്ല. നാട്ടിന്റെ കാര്യങ്ങള് പാർട്ടി ഇതേ അവര് പറയും. വേറൊരു കാര്യം നമ്മളെ കാര്യം അന്വേഷിക്കുന്നില്ല അവര്. പിന്നെ ഞങ്ങൾ അവരോട് പറഞ്ഞു കുഞ്ഞിനെ അവര് മർദ്ദിച്ച കാര്യം, അമ്മേനെ തച്ച കാര്യം, ഇതൊന്നും അവര് ഞങ്ങളോട് ചോദിക്കുന്നു. അവര് വന്ന് ആക്രമിച്ചത് എങ്ങനെയെന്നും കൂടി, പെട്രോൾ ഒഴിച്ച് തീ വെച്ചതും കൂടി ഞങ്ങൾ പറഞ്ഞു. അവർ ഇത്രയും നിങ്ങളെ നോക്കിയിട്ട് എന്താ പാർട്ടിക്കാർ വരാത്തതെന്ന് പിന്നെയും ഇവരിതാന്ന് ചോദിക്കുന്നു. ഇതിന് മറുപടി ഒന്നും അവര് പറയുന്നില്ല നമ്മളോട്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അതെന്തെങ്കിലും ഒന്നും പറയുന്നില്ല. പിന്നെ പീതാംബരനെ നേരത്തെ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചുവെന്നും മഞ്ജു പറഞ്ഞു. വീണ്ടും വീടിന് നേരെ ആക്രമണമുണ്ടാകുമെന്ന ആശങ്കയിലാണ് മഞ്ജുവും കുടുംബവും. ഈ കുടുംബത്തിന് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇടവേള.